ഹായ്, ഞാൻ സുധാ മഴമേഘം. ഇന്ന് നമ്മൾക്ക് കർക്കിടക കഞ്ഞി അല്ലെങ്കിൽ പയറ് കഞ്ഞി അങ്ങനെയും പറയാം. നമ്മൾക്കതൊന്ന് ചെയ്യാം. അപ്പം നമ്മൾക്ക് അതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ. പച്ചരി അല്ലെങ്കിൽ ഉണക്കലരി എന്ന് പറയും. ഞാൻ എടുത്തിരിക്കുന്നത് നാടൻ പച്ചരിയാണ്. പിന്നെ അടുത്തതായിട്ട് ചെറുപയർ, അത് ഞാൻ കാലത്തെ കുതിർത്തി വെച്ചിരിക്കുകയാണ്. ആ വെള്ളമൊന്നും കളയാതെ കുതിർത്തി വെച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വൃത്തിയായിട്ട് പയർ കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മൾക്ക് ആ വെള്ളമൊന്നും കളയേണ്ട ആവശ്യമില്ല, അതിലും വിറ്റാമിൻ ഉണ്ടല്ലോ. അതേപോലെ വെന്തയും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്, കുതിർത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾക്ക് പെട്ടെന്ന് വെന്തും കിട്ടും, രുചിയും കൂടും. പിന്നെ ചെറിയ ഉള്ളി, പിന്നെ അതിന് ശേഷം നാളികേരം, ഒരു നുള്ള് ജീരകം. ഇതൊക്കെയാണ് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പം നമ്മൾക്കിത് ആദ്യമായിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുപയറും പിന്നെ ഈ വെന്തയും ചെറുപയറും കൂടി നമുക്ക് കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. രണ്ടും കൂടി ഇട്ടു അതിന് ശേഷം അതിന് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക. ഒരുപാട് വെള്ളവും വേണ്ട, ഇതിന് കുതിർന്നത് കൊണ്ട് കുറച്ച് മതി. ഇത് പാകത്തിന് വെന്തോട്ടെ. അപ്പോഴേക്കും നമ്മൾക്ക് അരി വേവിക്കാൻ ഇടണമല്ലോ, അതിനുള്ള പാത്രവും നമ്മൾക്ക് വയ്ക്കാം. നമ്മൾക്ക് അരി വേവിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് ഈ കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാം. അപ്പം നന്നായി തിളക്കട്ടെ, അപ്പോഴേക്കും ചെറുപയറും വേകട്ടെ. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. മൺചട്ടിയിൽ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ പിന്നെ പെട്ടെന്ന് വേകാനായിട്ട് കുക്കറിലും അതൊക്കെ ചെയ്യും, അതും നല്ലത് തന്നെയാണ്. അത് വെന്ത് കിട്ടണമല്ലോ. നമ്മൾക്കതൊന്ന് ഇളക്കിയിട്ട് അരി നന്നായിട്ട് വേവിച്ചെടുക്കാം. പകുതി വെന്തിട്ടുണ്ട് അരി, കണ്ടില്ലേ? ഇനി കുറച്ചുകൂടി വേകാൻ്റെ. അപ്പം നമുക്ക് 1 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. അരി നന്നായി വെന്തിട്ടുണ്ട്, ഒരുപാട് കുഴഞ്ഞു പോകാൻ പാടില്ല. ഇത്രയും ഒരു കണ്ടില്ലേ, ഇങ്ങനെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ഈ പയർ വേവിച്ചതിനെ ഇട്ട് കൊടുക്കാം. എത്ര സിമ്പിളാണ്, കണ്ടില്ലേ നമുക്കിത് ചെയ്യാൻ. ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മൾക്ക് തേങ്ങയും ജീരകവും അതും കൂടെ ഇട്ട് കൊടുക്കും. നന്നായിട്ട് ഒന്നുകൂടി തിളച്ച ശേഷം നമുക്കത് ഓഫാക്കാം കേട്ടോ. നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. എത്ര വൃത്തിക്കാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ഇതാ ചെറുപയറൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടി. വെന്തയും അരിയും എല്ലാം ഈ പരുവത്തിലായിരിക്കണം നമ്മുടെ പയറ് കഞ്ഞി അല്ലെങ്കിൽ കർക്കിടക കഞ്ഞി. നമ്മൾക്ക് ഇതിൻ്റെ കൂടെ ഇലവർഗ്ഗങ്ങളായ ചീര, ചേന, ചേമ്പ് ഇതെല്ലാം ഇതിൻ്റെ കൂടെ നമുക്ക് ഉപ്പേരിയായിട്ട് വെച്ചിട്ട് കഴിക്കാം. കിഴങ്ങ് വർഗ്ഗങ്ങളും കഴിക്കാം. അപ്പം നമ്മൾ ഈ കർക്കിടക മാസത്തിൽ അതെല്ലാം ചേർത്ത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ വിറ്റാമിനും കിട്ടുന്നതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ കർക്കിടകത്തിൽ സ്പെഷ്യലായിട്ട് ഇത് ചെയ്യാൻ കാരണം. പക്ഷേ ഈ കഞ്ഞി നമ്മൾക്ക് കർക്കിടക മാസത്തിൽ മാത്രമല്ല, നമുക്ക് ഏത് ദിവസമാണ് നമ്മൾക്ക് ഇത് കഴിക്കണം തോന്നുന്നത്. ഈ വർഷത്തെ എല്ലാ ദിവസവും നമ്മൾക്ക് കഴിക്കാം. അത് ആവശ്യമുള്ളപ്പോൾ നമ്മൾക്കത് കഴിക്കാം. ഇനി നമ്മൾക്ക് നെയ്യിൽ ചെറിയ ഉള്ളി ഒന്ന് താളിച്ചിട്ട് അതിൽ കൊട്ടാം. അപ്പം നമ്മൾക്ക് അത് ചെയ്യാം കേട്ടോ. ശകല നെയ്യ് മതി, ഒരുപാടും വേണ്ട. നമ്മൾ
ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾക്ക് കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പ്രത്യേക രുചിയാണ്. അഥവാ നമ്മൾ കഞ്ഞി കഴിക്കുമ്പോൾ കുറച്ചുകൂടി നെയ്യ് ആവശ്യം നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഓരോരുത്തർക്കും നെയ്യ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അതിൽ കുറച്ചുകൂടെ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. കഴിക്കുന്ന സമയത്ത് ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കി നോക്കുക. ആരോഗ്യം സംരക്ഷിക്കുക. നമ്മളാലാവുന്ന ആരോഗ്യം നമ്മൾക്ക് സംരക്ഷിക്കാം.